ഏത് പുറമെയുള്ള ചങ്ങലകൾക്കപ്പുറമായി ദൈവത്തോടൊരു ബന്ധമുള്ള ആള് സുഖമായിട്ട് ഉറങ്ങും. കാരണം ആൾക്കറിയാം, എൻ്റെ കർത്താവ് അറിയാതെ തലയിലെ മുടി പോലും പോകത്തില്ല, അതെല്ലാം എണ്ണപ്പെട്ടിരിക്കുക. ആമേൻ. ആ ഉറപ്പും ധൈര്യവും വർദ്ധിക്കണം. മനുഷ്യരിലൂടെ വന്ന എല്ലാ അപമാനങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിനക്ക് ഉറപ്പുണ്ടോ അത് അനുഗ്രഹമാകുമെന്ന്? യേശുവിനെ അറിഞ്ഞത് നിമിത്തം നിന്റെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകൾക്കപ്പുറം നീ വിശ്വസിക്കുക മകൻ എന്ന നിലയിൽ. അപ്പാ ഹല്ലേലൂയ, അതിനപ്പുറം ഒരു വഴി തുറക്കണമെന്ന് പറഞ്ഞാൽ നീ മകനായതുകൊണ്ട്, നീ മകളായതുകൊണ്ട് അതിനപ്പുറം ചില വഴികൾ തുറക്കും. ഹല്ലേലൂയ. അടഞ്ഞതിനപ്പുറം പപ്പ എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ പപ്പ പറയും, മോനെ ഞാൻ ചെയ്യും ചെയ്യും, നിനക്ക് വേണ്ടി ചെയ്യും. നീ മകനായതുകൊണ്ടത് ചെയ്യും, നീ മകളായതുകൊണ്ടത് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ അത് നിനക്ക് വേണ്ടി ഉണ്ടാവും. കാരാഗൃഹത്തിൽ കിടക്കുന്നവർക്ക് ഉറങ്ങാൻ പറ്റുമോ? തല പോവും നാളെ. ഒരാളെ വാൾ കൊണ്ട് കൊന്നു, അടുത്ത ആള് പത്രോസിനെ കൊല്ലാൻ പോവാ. പക്ഷേ പട്ടുമെത്തയിൽ കിട്ടാത്ത സ്വസ്ഥത കാരാഗൃഹത്തിന്റെ നടുവിലും പീറ്റർ അനുഭവിച്ചു. എന്നാ കാര്യം? 3.5 വർഷ ശുശ്രൂഷയ്ക്കകത്ത് കർത്താവിൻ്റെ കൂടെ നടന്ന, കർത്താവ് നേരിട്ട് അപ്പോയിൻമെന്റ് ചെയ്തു, കർത്താവ് അധികാരം കൊടുത്തു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിക്കിടന്ന പല സ്വഭാവങ്ങളും പുറത്തു വന്നായിരുന്നു. അതുകൊണ്ടാണ് തള്ളത്തില്ല തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞവൻ 3 തവണ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഇവനാള് മാറിയത്, ഇവനെ ആളെ മാറ്റിയത് ഒരു പെന്തിക്കോസിന്റെ അനുഭവം, ഒരു പരിശുദ്ധാത്മാവിന്റെ അനുഭവം. ഒരു ദിവസം പോരാ അപ്പർ റൂമിൻ്റെ അനുഭവം, ഒരു ദിവസം പോരാ ദൈവമായുള്ള ബന്ധം, ഒരു ദിവസം പോരാ ആ ഇടപെടിയിൽ. അനുദിനം അതിനെ ഏൽപ്പിച്ചാൽ, അല്ല ഏൽപ്പിക്കാനായി ഇന്നത്തെ ദിവസം മുതൽ അടിയനിതാ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകൾക്കപ്പുറമായി ഒരു ഡിവൈൻ റെസ്റ്റ്, ഒരു ഡിവൈൻ റെസ്റ്റ്, ഒരു സ്വസ്ഥത ചിലർക്ക് വരാൻ പോവുക. ഇത് പറയുമ്പോൾ എനിക്കറിയാം ചിലരുടെ ജീവിതത്തിൽ ഡിവൈൻ റെസ്റ്റുകൾ വെളിപ്പെടും.